വേട്ടക്കാരൻ ദൂരെ നിന്ന് നിലത്ത് കിടക്കുന്ന മാനിനെ കണ്ടു. അത് വീണ്ടും കണ്ടെത്തിയതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൽ ഒരു നല്ല വിരുന്ന് കഴിക്കുകയും അതിൻ്റെ മനോഹരമായ ചർമ്മം വിപണിയിൽ വിൽക്കുകയും ചെയ്യും. വേട്ടക്കാരൻ സ്വയം വിചാരിച്ചു. അവൻ ആമയെ നിലത്ത് കിടത്തി മാനിനെ എടുക്കാൻ ഓടി. ഇതിനിടയിൽ ആസൂത്രണം ചെയ്തതുപോലെ എലി വലയിലൂടെ കടിച്ച് ആമയെ മോചിപ്പിച്ചു. ആമ തിടുക്കത്തിൽ നദിയിലെ വെള്ളത്തിലേക്ക് ഇഴഞ്ഞുപോയി. ഈ സുഹൃത്തുക്കളുടെ ഗൂഢാലോചനയെക്കുറിച്ച് അറിയാതെ വേട്ടക്കാരൻ അതിൻ്റെ രുചികരമായ മാംസവും മനോഹരമായ ചർമ്മവും വാങ്ങാൻ പോയി. പക്ഷേ അവൻ കണ്ടത്, അവൻ അടുത്തെത്തിയപ്പോൾ മാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കാട്ടിലേക്ക് ഓടിപ്പോയി എന്നതാണ്. അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുൻപ് മാൻ അപ്രത്യക്ഷമായി. നിരാശനായ വേട്ടക്കാരൻ കെണിയിൽ നിലത്ത് ഉപേക്ഷിച്ച ആമയെ ശേഖരിക്കാൻ തിരിഞ്ഞു. എന്നാൽ കെണിയിൽ കിടക്കുന്നതും ആമയെ കാണാതായതും കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. ഒരു നിമിഷം വേട്ടക്കാരൻ താൻ സ്വപ്നം കാണുകയാണെന്ന് കരുതി. എന്നാൽ നിലത്ത് കിടക്കുന്ന കേടായ കെണി അവൻ വളരെ ഉണർന്നിരിക്കുന്നുവെന്നും എന്തോ അത്ഭുതം സംഭവിച്ചുവെന്നും വിശ്വസിക്കാൻ നിർബന്ധിതനായെന്നും സ്ഥിരീകരിക്കാൻ പര്യാപ്തമായിരുന്നു. ഈ സംഭവങ്ങൾ കാരണം വേട്ടക്കാരൻ ഭയന്ന് കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. 4 സുഹൃത്തുക്കളും വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.